ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റെങ്കിലും നേടിയേ കഴിയൂ എന്ന ഉറച്ച വാശിയിലാണ് കേരളത്തിലെ ബി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വന്തമായി നേടാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി നിലനിർത്തി. അതോടൊപ്പം തന്നെ നേടിയ മറ്റൊരു മുനിസിപ്പാലിറ്റിയാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും തൃശ്ശൂരിലുമൊക്കെ അവർക്ക് സ്വാധീനമുണ്ടെങ്കിലും എറണാകുളം ഒരുപക്ഷെ ബി.ജെ.പിയുടെ അത്ര വലിയൊരു ശക്തി കേന്ദ്രമായിട്ടല്ല അറിയപ്പെട്ടിരുന്നത്. പക്ഷെ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിലെ വിജയം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തറ നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കാനുള്ള അവരുടെ അങ്ങനെയൊരു താല്പര്യം അവർക്ക് നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ വോട്ടിങ്ങിന്റെ കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ബി.ജെ.പിക്ക് ഒട്ടേറെ മുന്നോട്ട് പോകാനുണ്ടെങ്കിലും നഗര വോട്ടർമാരുള്ള തൃപ്പൂണിത്തറയിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് ബി.ജെ.പി കരുതുന്നത്. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിലെ വിജയം അതിന് ഒരു ദിശ കാണിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയോടൊപ്പം മരട് മുനിസിപ്പാലിറ്റിയും കൊച്ചിൻ കോർപ്പറേഷനിലെ 9 വാർഡുകളും അതോടൊപ്പം തന്നെ 2 പഞ്ചായത്തുകളും ഉദയംപേരൂർ, കുമ്പളം, ഈ 2 പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി. മരട് മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലൊക്കെ തന്നെ UDF-നാണ് ആധിപത്യം. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി മാത്രമാണ് ബി.ജെ.പിക്ക് ഭരണമുള്ളത്. അതോടൊപ്പം തന്നെ കൊച്ചിൻ കോർപ്പറേഷനിലെ 9 വാർഡുകളിൽ കൂടുതലും CPM ഇടതുപക്ഷത്തിനാണ് സ്വാധീനം. ഇതൊരു പരമ്പരാഗതമായിട്ട് വേണമെങ്കിൽ ഒരു LDF മണ്ഡലമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന TK രാമകൃഷ്ണൻ നിരവധി തവണ ജയിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തറ. അതേപോലെ തന്നെ വിശ്വനാഥ മേനോൻ, ധനമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. NDP നേതാവ് KGR കർത്ത അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. പക്ഷെ കുറെ കാലമായിട്ട് 5-6 തവണയായിട്ട് കോൺഗ്രസിലെ K ബാബുവാണ് തൃപ്പൂണിത്തറയിൽ വിജയിച്ചിരുന്നത്. പക്ഷെ 2016 M സ്വരാജിലൂടെ LDF അത് തിരിച്ചു പിടിച്ചെങ്കിലും 2021 വീണ്ടും K ബാബുവാണ് സ്വരാജിനെ തോൽപ്പിച്ചത്. പക്ഷെ സ്വരാജിന്റെ നേരിയ വോട്ടിനാണ്, ഏതാണ്ട് 925 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികൾക്കും അവരുടേതായ ന്യായീകരണങ്ങൾ, ജയിക്കുമെന്നുള്ളതിന് പ്രതീക്ഷകൾ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് അവരുടെ മണ്ഡലമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അവർ തോറ്റത് ചുരുങ്ങിയ വോട്ടിന് മാത്രമാണ്. പക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ പഞ്ചായത്തുകളിൽ സ്വാധീനമുണ്ട്, ഒരു നഗരസഭയിൽ സ്വാധീനമുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് UDF-നും അവരുടേതായ ഒരു ശക്തിയുണ്ട്. K ബാബു ഏതായാലും ഇത്തവണ മത്സര രംഗത്തുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. സ്വരാജും മത്സരിക്കുമോ എന്നറിയില്ല. സ്വരാജ് മത്സരിച്ചില്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ മേയറായിരുന്ന അനിൽകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ്, LDF-ന്റെ സ്ഥാനാർത്ഥി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന KS അരുൺ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ CPM നേതാവ് CN മോഹന്റെ സാധ്യതയുണ്ട്. മറുഭാഗത്ത് UDF-ലാണെങ്കിലും ഇതേപോലെ തന്നെ ആരാണ് മത്സരരംഗത്ത് വരിക എന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായ ധാരണ ആയിട്ടില്ല. K ബാബു മത്സരിക്കുമോ എന്നുള്ളത് ഉറപ്പില്ല. എന്നാൽ മറ്റു ചില രാജു P നായർ തുടങ്ങിയ ആളുകളുടെയൊക്കെ പേരുകൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് തുറവൂർ വിശ്വംഭരൻ, മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിരുന്ന തുറവൂർ വിശ്വംഭരനായിരുന്നു ഇവിടെ മത്സരിച്ച് ഏതാണ്ട് 1/4 ലക്ഷത്തോളം വോട്ട് നേടിയത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പിന്നീട് കഴിഞ്ഞ തവണ മുൻ PSC അംഗമായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ, കോൺഗ്രസിൽ വന്ന KS രാധാകൃഷ്ണനായിരുന്നു ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് തുറവൂർ വിശ്വംഭരൻ പിടിച്ച അത്ര തന്നെ വോട്ട് പിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ KS രാധാകൃഷ്ണൻ രംഗത്തുണ്ടാകുമോ എന്നറിയില്ല. KVS ഹരിദാസ്, ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് KVS ഹരിദാസ്, അതേപോലെ തന്നെ PR ശിവശങ്കരൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ പേരുകളും തൃപ്പൂണിത്തറയിൽ പറഞ്ഞു കേൾക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവരുടെ സാധ്യതാ പട്ടികയിലുള്ള ഒരു സീറ്റാണ് തൃപ്പൂണിത്തറ. അതായത് നേമമോ വട്ടിയൂർക്കാവോ കഴക്കൂട്ടമോ മഞ്ചേശ്വരമോ ഒക്കെ പോലെ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങളെ പോലെ തന്നെ ബി.ജെ.പി സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തറ. വോട്ടുകളുടെ കണക്ക് എടുത്ത് നോക്കിയാൽ ഏതാണ്ട് 30,000 വോട്ട് മാത്രമേ ബി.ജെ.പിക്ക് ഈ മണ്ഡലത്തിലുള്ളൂ. പക്ഷെ അവർക്ക് ജയിക്കണമെങ്കിൽ ഒരു 50,000 വോട്ടെങ്കിലും പിടിച്ചാൽ മതി. അതായത് 20,000 വോട്ട് അധികമായിട്ട് സമാഹരിച്ചാൽ മാത്രമേ ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയൂ. പക്ഷെ ജയിക്കുമെന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ മധ്യവർഗ വോട്ടർമാരൊക്കെ തന്നെ ബി.ജെ.പിയുടെ കൂടെ വരും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. അതേപോലെ തന്നെ കേരളത്തിലെ കുറച്ചു കാലമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥ, ആ രാഷ്ട്രീയ കാലാവസ്ഥ തങ്ങൾക്ക് അനുകൂലമാകും എന്നാണ് കരുതുന്നത്.
പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള നായർ വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ഈഴവ വിഭാഗങ്ങൾക്കും നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് തൃപ്പൂണിത്തുറ. അതേപോലെ തന്നെ ധീവര കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങളും ശക്തമാണ് തൃപ്പൂണിത്തുറയിൽ. മുസ്ലിങ്ങളും ചില പോക്കറ്റുകളിലൊക്കെ ഉണ്ട്. അങ്ങനെ സാമുദായികമായി നോക്കുന്ന സമയത്തും BJPക്ക് ജയിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഏറെയുള്ള സ്ഥലമാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ ഒരു ജയിക്കാൻ കഴിയുമെന്നൊരു അവസ്ഥയിൽ ഒരു മത്സരം വളരെ കടുക്കുന്ന സമയത്ത് BJP അനുകൂലമായ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു പ്രതീക്ഷ. കാരണം ഒരു നഗരവൽകൃത വോട്ടർമാർ പൊതുവെ കേരളത്തിൽ BJPയോട് ഒരു ആഭിമുഖ്യം കാണിച്ചു വരുന്ന ഒരു ട്രെൻഡാണുള്ളത്. അതോടൊപ്പം തന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം അല്ലെങ്കിൽ നല്ല തോതിലുണ്ടെങ്കിലും കൊച്ചിയുമായി താരതമ്യം ചെയ്തു നോക്കുന്ന സമയത്ത് തൃപ്പൂണിത്തുറയിൽ ഹിന്ദുക്കളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്ക് കൂടുതൽ വിജയിക്കാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് അവർ കരുതുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യമായ രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. തൃപ്പൂണിത്തുറയിൽ മുനിസിപ്പാലിറ്റിയിൽ നേടിയ വിജയം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. കാരണം തങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം ജനങ്ങളുടെ. കാരണം അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ 19% വോട്ടോ അല്ലെങ്കിൽ 17% വോട്ടോ ഒക്കെയാണ് കിട്ടുന്നതെങ്കിലും വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. അപ്പൊ അതൊരു 10% ഒക്കെ വർദ്ധിപ്പിക്കുന്നത്, അതൊരു 25-30% എത്തിക്കുന്നത് നിഷ്പ്രയാസം കഴിയും. പക്ഷെ കാരണം അങ്ങനെ ഒരു BJP ഒരു കെടയറ്റ ശക്തിയാണ്. ഒരു മത്സരം BJPയും തമ്മിലാണ് മത്സരം. അതായത് ത്രികോണ മത്സരത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രതീതി ജനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് എളുപ്പത്തിൽ ജയിച്ചു കയറാം എന്ന് BJP പ്രത്യാശ പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. തൃപ്പൂണിത്തുറയെ പോലെ തന്നെ മരട് മുനിസിപ്പാലിറ്റിയിലും BJPക്ക് നല്ല സ്വാധീനമുണ്ട്. അതേപോലെ തന്നെ ഉദയംപേരൂർ പഞ്ചായത്തിലായാലും കുമ്പളം പഞ്ചായത്തിലായാലും നല്ല സ്വാധീനം BJPക്കുണ്ട്. നിരവധി CPM കേഡർമാരൊക്കെ തന്നെ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും വളരെ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് BJPയുടെ വളർച്ചയെ കാണുന്നത്. പക്ഷെ അവർ പറയുന്നത് കോൺഗ്രസിൽ നല്ല, മറിച്ച് CPMൽ നിന്നാണ് BJPയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJP വളരുന്നത് തങ്ങളുടെ വിജയത്തിന് സഹായകരമാവും എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഏതായാലും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത്തവണ ഒരു കാര്യമായ മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. കാരണം നിരവധി മണ്ഡലങ്ങളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ മാറി മാറി മുന്നണികൾ ഭരിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഏതാണ്ട് കഴിഞ്ഞ തവണ ഇല്ലാതായി കഴിഞ്ഞു. 2 തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷമാണ് ഭരിച്ചത്. പക്ഷെ ഇത്തവണ വീണ്ടും UDF വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് UDFനകത്തുള്ളത്. കാരണം ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവരുള്ളത്, UDFനുള്ളത്. എന്നാൽ BJP പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ സമൂലമായ ഒരു മാറ്റം വരികയാണ്. കാരണം കേന്ദ്രത്തിൽ BJP സർക്കാരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലും ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഏതായാലും ചില മണ്ഡലങ്ങളിലെങ്കിലും BJP വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങൾ, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം, അതേപോലെ തന്നെ വട്ടിയൂർക്കാവ്, അതേപോലെ തന്നെ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിലെ പല മണ്ഡലങ്ങളിലും കാട്ടാക്കട, ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ, ആലപ്പുഴ നിയോജകമണ്ഡലത്തിലൊക്കെ BJP വളരെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ തൃശ്ശൂരിൽ, അവിടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞു. ആ സമയത്ത് തന്നെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ലും BJPയാണ് മുന്നിട്ട് നിന്നത്. ഒരുപക്ഷെ ആ 6ഉം BJPക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൃശ്ശൂരിലും ജയിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഏതാണ്ട് ഒരു ഡസൻ സീറ്റുകളിലധികം സീറ്റുകളിലെങ്കിലും BJPക്ക് ജയിച്ചു കയറാൻ പറ്റും. അതിന് സമാനമായ അല്ലെങ്കിൽ അതിനോടൊപ്പം ആ സീറ്റുകളോടൊപ്പം തന്നെ വിജയ സാധ്യതയുള്ള ഒരു സീറ്റായിട്ടാണ് തൃപ്പൂണിത്തുറയെ BJP പരിഗണിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന തലത്തിൽ വളരെ അറിയപ്പെടുന്ന ഏതെങ്കിലും നേതാവിനെ തന്നെ തൃപ്പൂണിത്തുറ നിർത്തി എറണാകുളത്ത് മധ്യ കേരളത്തിൽ തങ്ങളുടെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും BJPയുടെ തന്ത്രം. അത് തികച്ചും അനുയോജ്യമായ ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ ഡെമോഗ്രാഫി ഏതാണ്ട് തങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ അത്ഭുതം ഇത്തവണ സംഭവിക്കുമെന്ന് BJP പറയുകയാണെങ്കിൽ ആ അത്ഭുതത്തിന്റെ കൂട്ടത്തിൽ തൃപ്പൂണിത്തുറ കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.